പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻ ദ ലാസ്റ്റ് 2 classes we were discussing about behavioral approach and post behavioral approach, and we have said that behavioral approach was a revolutionary approach in the study of political science, although it had some flaws which was solved by post behavioral approach. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് we are discussing the distinction between behavioral approach or post behavioral approach, or what we are thinking or what we are planning to do is that we will have a comparative discussion on behavioral approach and post behavioral approach on certain grounds or based on few points. So to begin with, the first one, nature of inquiry. ഓക്കെ, നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അതിൻ്റെ നേച്ചർ എന്താണ്? അതിനകത്ത് ആദ്യം പറയുന്നത് ബിഹേവിയറലിസം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ സെർച്ച് ഫോർ പ്യുവർ നോളജ് ആൻഡ് തിയറി. നമ്മൾ ബിഹേവിയറലിസത്തിൻ്റെ 8 കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ 8 പ്രൈമറി ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒന്നാണ് പ്യുവർ സയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഹേവിയറൽ അപ്രോച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏരിയ ഓഫ് ഇൻക്വയറി എന്ന് പറയുന്നത് പ്യുവർ നോളജ് ആൻഡ് തിയറി, അതായത് പ്യുവർ ആയിട്ടുള്ള നോളജിനും തിയറിയാണ്. പക്ഷേ when it comes to post behavioral approach, we are searching for applied knowledge and practice. ഓക്കെ, നമ്മൾ ബിഹേവിയറലിസത്തിനകത്ത് അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റുകളും അല്ലെങ്കിൽ മെത്തേഡുകളും പ്രശ്നങ്ങളും പഠിക്കുമ്പോൾ, പോസ്റ്റ് ബിഹേവിയറലിസത്തിനകത്ത് we are dealing with applied knowledge. Okay, how to solve these problems and അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ക്രൈസിസ് മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവ്, ഇതുപോലെയുള്ള അപ്ലൈഡ് നോളജിനെ കുറിച്ചാണ് നമ്മൾ പോസ്റ്റ് ബിഹേവിയറലിസത്തിനകത്ത് നമ്മൾ പഠിക്കുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് പർപ്പസ് ഓഫ് ഇൻക്വയറി. ഓക്കെ, ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പർപ്പസ് ഓഫ് ഇൻക്വയറി എന്താണ്, പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പർപ്പസ് ഓഫ് ഇൻക്വയറി എന്താണ്? അപ്പോൾ അതിനകത്ത് ബിഹേവിയറൽ അപ്രോച്ചിൻ്റെ പർപ്പസ് ഓഫ് ഇൻക്വയറി എന്ന് പറയുന്നത് നോളജ് ഫോർ നോളജ് സേക്ക്, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ആക്ഷൻ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നോളജ് എന്ന് പറയുന്നത് നോളജിന് വേണ്ടി മാത്രം, അതായത് നോളജിന് വേണ്ടി മാത്രമുള്ള ഒരു പഠനം, അതല്ല അതായത് ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനോ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാനോ അതൊന്നും ഉദ്ദേശിക്കാതെ ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അതിനുവേണ്ടി മാത്രം പഠിക്കുന്നതാണ് ബിഹേവിയറൽ അപ്രോച്ച്. പക്ഷേ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പം റെലവൻസ് ഓഫ് നോളജ് ടു സാറ്റിസ്ഫൈ സോഷ്യൽ നീഡ്സ് ആൻഡ് ആക്ഷൻസ് ഫോർ പ്രോബ്ലം സോൾവിങ്. ഇവിടെ നമ്മൾ പോസ്റ്റ് ബിഹേവിയറൽസ് നമ്മൾ ചുമ്മാ അബ്സ്ട്രാക്ട് തിയറീസ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് നോളജ് അല്ല നമ്മൾ പോസ്റ്റ് ബിഹേവിയർസത്തിൽ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ദർ ഇസ് എ റെലവൻസ് ഓഫ് നോളജ് ടു സാറ്റിസ്ഫൈ സോഷ്യൽ നീഡ്, നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള. കാരണം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ തുടക്കം മുതലേ നമ്മൾ എന്താ പറയുക ഡെവലപ്പ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് ഓരോ കാലഘട്ടത്തിലെത്തുമ്പം ആ കാലഘട്ടത്തിൻ്റെ നീഡ് ഓഫ് ദ ടൈം എന്നൊക്കെ നമുക്ക് പറയാം. ഓരോ കാലഘട്ടത്തിനും ഓരോ സൊസൈറ്റിക്കും അവരുടേതായ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്ത്, കാരണം ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഒന്നാകും, അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഈ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ലാർജർ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള അറിവിനെ സമ്പാദിക്കുക എന്നുള്ളതാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഒന്നുകൂടെ ഫോക്കസ് ചെയ്യുന്നത്. ബിഹേവിയറലിസം എന്ന് പറയുമ്പം ഓക്കെ, നമുക്ക് അറിവ് നേടണം, അതിന് മാത്രം പഠിക്കുക, നോളജ് ഫോർ ദ സേക്ക് ഓഫ് നോളജ്, അതിനുവേണ്ടി മാത്രമുള്ള ഒരു പഠനം, അതാണ് ബിഹേവിയറലിസം മുന്നോട്ട് വെക്കുന്നത്. പിന്നെയുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് സ്റ്റഡി. നമ്മൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ബിഹേവിയറലിസം ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, പോസ്റ്റ് ബിഹേവിയറലിസം ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ബിഹേവിയറലിസം ഫോക്കസ് ചെയ്യുന്നത് ഇറ്റ് ഹാസ് എ മൈക്രോ ലെവൽ അനാലിസിസ്. ഏറ്റവും താഴെ ഇറങ്ങി ചെന്നിട്ട് ഫോക്കസ് ഓൺ സ്മോൾ യൂണിറ്റ്സ്, സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്സ് അല്ല ഇൻഡിവിജ്വൽസിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. അതായത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ഏറ്റവും മൈക്രോ ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. പക്ഷേ പ്രശ്നം എന്താ പറയുമ്പോൾ ഇങ്ങനെ ഏറ്റവും നാരോ ഡൗൺ ചെയ്തുകൊണ്ട് ഏറ്റവും താഴെ ഇറങ്ങി ചെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് വി ടെൻഡ് ടു ഫോർഗെറ്റ് ഓർ വി ടെൻഡ് ടു മിസ് ദ ലാർജർ പ്രോബ്ലംസ് വാട്ട് വി ആർ ഫേസിങ്. നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ കാണാതെ പോയി ഇത്രയും ഫോക്കസ് ചെയ്യുന്നത് കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസ്റ്റ് ബിഹേവിയറലിസം അതിനൊരു സൊല്യൂഷൻ ആയിട്ട് വന്നു. ദേ ഹാവിങ് ദിസ് മൈക്രോ ലെവൽ അനാലിസിസ്. അവർ ബിഹേവിയറിസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സൊസൈറ്റിയെ ജനറലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് ബിഗ് യൂണിറ്റ്സ്. അതായത് എന്താ പറയുക, നമ്മുടെ സൊസൈറ്റിയെ തന്നെ മുഴുവനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിന് മാത്രമല്ല മറ്റ് സോഷ്യൽ യൂണിറ്റുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വലിയ ഫോക്കൽ വിഭാഗത്തെ നമ്മുടെ പോസ്റ്റ് ബിഹേവിയറലിസം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബിഹേവിയറലിസം നമ്മൾ ഡെസിഷൻ മേക്കിംഗ് ആ പ്രോസസ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ പോസ്റ്റ് ബിഹേവിയറലിസം കണ്ടന്റ് ഓഫ് ദ ഡെസിഷൻ, ആ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ കണ്ടന്റ് അതിലാണ് പോസ്റ്റ് ബിഹേവിയറലിസം ഫോക്കസ് ചെയ്യുന്നത്. വേറാസ് ബിഹേവിയറലിസം ഫോക്കസ് ഓൺ ദ പ്രോസസ് ഓഫ് ഡെസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു കാര്യമായിട്ടുള്ളത്. പിന്നെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് വാല്യൂസ്. നമ്മൾ ഒരുപാട് പറഞ്ഞ കാര്യമാണ്. ബിഹേവിയറലിസം വാല്യൂ ന്യൂട്രലാണ്. കാരണം അവർ വാല്യൂസിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ദേ ആൾവേസ് ഫോക്കസ് ഓൺ ഫാക്ട്സ്. ഫോർ ദം ഓൺലി ഫാക്ട്സ് ആർ റിയൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഫാക്റ്റുകൾ മാത്രമാണ് റിയൽ ആയിട്ടുള്ളത്. വാല്യൂസിന് അവർ ന്യൂട്രലാണ്. അവർ ഇങ്ങനെ സയൻറ്റിഫിക് സ്റ്റഡി നടത്തും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡികളും ഒരുപാട് ഈ സൊസൈറ്റിയുടെ മുകളിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റുകളും ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ അവർ വാല്യൂ ന്യൂട്രലായിട്ട് തീർത്തും ഒരു സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് നടത്തുന്നത് പോലെയാണ് അവർ ആക്ച്വലി നടത്തുന്നത്. പക്ഷേ പോസ്റ്റ് ബിഹേവിയറലിസം ഇൻട്രസ്റ്റഡ് ഇൻ ദ ചോയ്സ് ഓഫ് വാല്യൂസ്. ബിഹേവിയറലിസം ചെയ്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കാണ് ഈ വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. പോസ്റ്റ് ബിഹേവിയറലിസം പറയുമ്പോൾ അവർ ആ ബിഹേവിയറലിസം എടുത്തു കളഞ്ഞ വാല്യൂസിനെ തിരിച്ച് പൊളിറ്റിക്കൽ സയൻസിലോട്ട് കൊണ്ടുവന്ന്. കാരണം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, കാരണം ഒരിക്കലും പൊളിറ്റിക്കൽ സയൻസിനകത്ത് നിന്ന് ഒരിക്കലും നമുക്ക് വാല്യൂസിന് അല്ലെങ്കിൽ ഈവൻ ജനറൽ സോഷ്യൽ സയൻസിനകത്ത് നമുക്ക് ഒരിക്കലും വാല്യൂസിന് എടുത്ത് കളയാൻ പറ്റില്ല. അത് സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിയുമായിട്ട് ഇഴകി ചേർന്ന് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണോ ആ സൊസൈറ്റിയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അതിനെടുത്ത് കളഞ്ഞിട്ട് ഹൗ ക്യാൻ വി സ്റ്റഡി ദാറ്റ് സൊസൈറ്റി? ആ സൊസൈറ്റി നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും? അപ്പോൾ പോസ്റ്റ് ബിഹേവിയറലിസത്തിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കിയിട്ട് they bring back these values into the study of political science. അതുകൊണ്ടാണ് പറയുന്നത് they are interested in the choice of values. കാരണം അവർ പഠിക്കുന്ന സമയത്ത്, സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അവർ വാല്യൂസിനെ കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിക്കും. അപ്പോഴാണ് സൊസൈറ്റിയുടെ കുറിച്ച് പഠനം കംപ്ലീറ്റ് ആവുകയുള്ളൂ. പിന്നെ അഞ്ചാമതായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളിങ്ങനെ 5 ഇഷ്യൂസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആ ഇഷ്യൂസിൻ്റെ മുകളിൽ ബിഹേവിയറലിസം എന്താണ് പറയുന്നത്, പോസ്റ്റ് ബിഹേവിയറലിസം എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അഞ്ചാമതായിട്ടുള്ള കാര്യം ആറ്റിറ്റ്യൂഡ് ടുവാർഡ് സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ ബിഹേവിയറലിസം അതിനകത്ത് ഭയങ്കര കൺസർവേറ്റീവായിട്ട് അവർ പറയുന്നു ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാറ്റസ് കോ, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ചേഞ്ച്. അവർ എങ്ങനെയാണോ സൊസൈറ്റി ഉള്ളത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ബ്രിങ്ങിങ് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ അവർ താല്പര്യമില്ല. ദേ വാണ്ട് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റസ് കോ. സൊസൈറ്റി എങ്ങനെയാണ് നിലനിൽക്കുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയാൽ മതി. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം വാല്യൂസിന് പ്രാധാന്യമില്ല. വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് അവർക്ക് റോളൊന്നും വഹിക്കാനില്ല. അവർ ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സുകളിലും മെത്തേഡുകളിലും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, സ്മാൾ യൂണിറ്റുകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവിങ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ജസ്റ്റ് എ ബ്രാഞ്ച് ഓഫ് നോളജ്. അത് മാത്രം അവരെ സംബന്ധിച്ച്. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു ബ്രാഞ്ച് ഓഫ് നോളജ് മാത്രമായിട്ട് പൊളിറ്റിക്കൽ സയൻസിനെ കാണുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചാൽ മതി, അതിനകത്തൊരു മാറ്റം കൊണ്ടുവരണമെന്നും അവരുദ്ദേശിക്കുന്നില്ല. പക്ഷേ പോസ്റ്റ് ബിഹേവിയറിസത്തിലെത്തുന്ന സമയത്ത്
അവർ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്തുകൊണ്ട് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ചേഞ്ച് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ്. കാരണം അവർ ലാർജർ സോഷ്യൽ യൂണിറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഫോക്കസ് ഏരിയാസ് പറഞ്ഞ സമയത്ത് ബിഹേവിയറലിസം ചെറിയ യൂണിറ്റിനെ ഫോക്കസ് ചെയ്യുമ്പോൾ പോസ്റ്റ് ബിഹേവിയറലിസം ലാർജർ സോഷ്യൽ യൂണിറ്റുകളെ ഫോക്കസ് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻ ഓർഡർ ടു സോൾവ് ദ പ്രോബ്ലംസ് പ്രിവെയിലിംഗ് ഇൻ ദ സൊസൈറ്റി വി നീഡ് ടു ബ്രിങ് സം ചേഞ്ചസ് ഇൻ സൊസൈറ്റൽ സ്ട്രക്ചർ സിസ്റ്റം, ഇൻ സിസ്റ്റം ഇറ്റ് സെൽഫ്. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ ചേഞ്ചിലൂടെ മാത്രമേ സൊസൈറ്റി നേരിടുന്ന പ്രോബ്ലംസിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം പറയാൻ നമുക്കറിയാം, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാണ്. കാരണം ആ സമയത്തുള്ള സോഷ്യൽ വാല്യൂസും ബിലീഫ്സും എല്ലാം ഈവൻ റിലീജിയസ് സ്ക്രിപ്റ്റുകൾ വരെ ഈ ഒരു കാസ്റ്റ് സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ആ ഒരു ബിഗ് സോഷ്യൽ പ്രോബ്ലത്തിന് നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് സോഷ്യൽ ചേഞ്ചിലൂടെയാണ്. നമ്മുടെ ആ സൊസൈറ്റിയുടെ വാല്യൂസിനെ ഓൾ ടുഗദർ മാറ്റിയിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവുകളില്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ പുതുതായിട്ട് വാർത്തെടുക്കുമ്പോഴാണ് ആ സൊസൈറ്റിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബിഹേവിയറലിസം ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ചേഞ്ച്. പോസ്റ്റ് ബിഹേവിയറലിസം ദേ ആർ സ്റ്റാൻഡിങ് ഫോർ സോഷ്യൽ ചേഞ്ച്. ദെൻ ഓൺലി വി ക്യാൻ സോൾവ് സോഷ്യൽ പ്രോബ്ലംസ് എന്നാണ് പോസ്റ്റ് ബിഹേവിയറലിസം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് ബിഹേവിയറലിസം തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡിങ് റിമാർക്സ് ആയിട്ട് പറയാം. ബിഹേവിയറൽ അപ്രോച്ച് ദേ ഫോക്കസ് ഓൺ പ്യൂർ നോളജ്, പക്ഷേ ബിഹേവിയറൽ അപ്രോച്ച് ദേ ആർ മച്ച് മോർ കോൺസെൻട്രേറ്റഡ് ഓൺ അപ്ലൈഡ് നോളജ് ആൻഡ് പ്രാക്ടീസ്. അതുപോലെ തന്നെ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ദേ ആർ അക്വയറിങ് നോളജ് ഫോർ ദ സേക്ക് ഓഫ് നോളജ്. പക്ഷേ പോസ്റ്റ് ബിഹേവിയറലിസം സൊസൈറ്റിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അത് പ്രോബ്ലം സോൾവിങ്ങിനെയൊക്കെയാണ് കാര്യമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ബിഹേവിയറൽ അപ്രോച്ച് ചെറിയ സ്മാൾ ലെവൽ മൈക്രോ ലെവൽ അനാലിസിസ് നടത്തുമ്പോൾ പോസ്റ്റ് ബിഹേവിയറലിസം മാക്രോ ലെവൽ അനാലിസിസ് നടത്തുന്നു. പിന്നെ ബിഹേവിയറലിസം വാല്യൂ ന്യൂട്രലാണ്. പോസ്റ്റ് ബിഹേവിയറലിസം അവരുടെ ഒരു വാല്യൂ ലെയ്ഡൻ ആണ്. കാരണം അവരുടെ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ചോയ്സസ് ഓഫ് വാല്യൂസ്. പിന്നെ ബിഹേവിയറലിസം ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്റ്റാറ്റസ് കോ, ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ ചേഞ്ച്. whereas പോസ്റ്റ് ബിഹേവിയറലിസം ദേ ആർ സ്റ്റാൻഡിങ് ഫോർ സോഷ്യൽ ചേഞ്ച്. then only they are saying if we have social change then only we can solve social problems എന്നാണ് പോസ്റ്റ് ബിഹേവിയറലിസം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. These are the major differences between behavioralism and post behavioralism. This is how we can compare these two approaches to the study of political science. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുള്ളത്. That's all for now. Thank you for watching.